മാർച്ച് 24-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഡീലിമിറ്റേഷൻ നെതിരായിട്ടുള്ള ഒരു ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഡിറ്റോറിയലാണ്. അപ്പോൾ എന്താണ് ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ കൺസേൺ എന്നുള്ളത് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു കമ്മിറ്റി അവർ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ വ്യത്യസ്ത സൗത്തേൺ സ്റ്റേറ്റ്സ് എന്നുള്ള മന്ത്രിമാരും മെമ്പേഴ്സും ഒക്കെ വെച്ചിട്ടാണ് 4 മുഖ്യമന്ത്രിമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ ഒരു ഡീലിമിറ്റേഷൻ, പ്രത്യേകിച്ചും പോപ്പുലേഷന്റെ ഡാറ്റയെ അടിസ്ഥാനമാക്കി മാത്രം ഈ ഒരു ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുക അല്ലെങ്കിൽ ലോകസഭാ സീറ്റുകളുടെ എണ്ണം നിർണ്ണയിക്കുക എന്ന് പറയുന്ന ആ ഒരു ഡീലിമിറ്റേഷൻ പ്രോസസ്സിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ള പോപ്പുലേഷൻ ഡാറ്റ വെച്ചിട്ട് സീറ്റുകളുടെ എണ്ണം മാറ്റുന്നതിന് പകരം 1971 സെൻസസിന്റെ ഡാറ്റ ആണ് നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് തന്നെ അടുത്തൊരു 25 വർഷത്തേക്ക് കൂടി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് തമിഴ്നാട് ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളും പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഈ ഒരു പ്രോസസ്സ് 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2000 വരെയും 84ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ 2026 വരെയും 1971 പോപ്പുലേഷൻ ഡാറ്റ വെച്ച് ചെയ്യുന്നത് പോലെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ അടുത്തൊരു 25 വർഷത്തേക്കും ഫ്രീസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും കൂടി ഓർത്തു വെക്കേണ്ടത്. അതായത് ജോയിന്റ് ആക്ഷൻ കമ്മിറ്റി പറയുന്നതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോസസ്സ് എഫക്റ്റീവായിട്ട് നടപ്പിലാക്കിയത് സൗത്തേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ സൗത്തേൺ സ്റ്റേറ്റ്സ് ആ ഒരു ഗവൺമെന്റിന്റെ പദ്ധതി എഫക്റ്റീവായി നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഒരിക്കലും പാർലമെന്ററി റെപ്രസെന്റേഷൻ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. പ്രത്യേകിച്ചും സൗത്തേൺ സ്റ്റേറ്റ്സിന്റെ പ്രധാനപ്പെട്ട കൺസേൺ ഇതാണ്. ഇതിൽ സൗത്തേൺ സ്റ്റേറ്റ്സിലെയും നോർത്തേൺ സ്റ്റേറ്റ്സിലെയും മെമ്പേഴ്സ് അല്ലെങ്കിൽ ലീഡേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതായത് ഒരു ബ്രോഡർ ആയിട്ടുള്ള സപ്പോർട്ട് ഇത്തരത്തിലുള്ള ഇഫക്റ്റീവ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൺട്രോൾ നടത്തിയ സംസ്ഥാനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൺട്രോൾ ഉണ്ടാവുന്നതിനെ തടയുന്നതിന് വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളും യോജിച്ച് ചേരുന്നത് കാണാൻ പറ്റും. KT രാമറാവു അദ്ദേഹം ഈ ഒരു സംസ്ഥാനങ്ങളുടെ ഫിസിക്കൽ കോൺട്രിബ്യൂഷൻ കൂടി, രാജ്യത്തിന്റെ എക്കണോമിയിലേക്ക് എത്രമാത്രം സംസ്ഥാനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളത് കൂടി ഡീലിമിറ്റേഷൻ പ്രോസസ്സിന്റെ ഒരു ഫാക്ടറായി കണക്കാക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ യൂണിയൻ ഗവൺമെന്റ് പെട്ടെന്നൊരു തീരുമാനം എടുക്കുന്നില്ല. അവർ നാഷൻ വൈഡ് ആയിട്ടുള്ള കൺസൾട്ടേഷൻ നടത്തുന്നു. വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടുള്ള ഡിസ്കഷന് ശേഷം മാത്രമേ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് നടത്തുള്ളൂ. ട്രാൻസ്പെറൻസി ഒക്കെ കൊണ്ടുവരും, ഡിലേസ് പരമാവധി ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സെൻട്രൽ ഗവൺമെന്റ് എത്രയും വേഗത്തിൽ ഈ ഒരു സെൻസസ് നടത്തുക, അതുപോലെ തന്നെ ഡീലിമിറ്റേഷൻ പ്രോസസ്സിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരിക്കലും പൊളിറ്റിക്കൽ ആയിട്ടുള്ള മോട്ടീവിന്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ പ്രോസസ്സിൽ ഒരു പ്രോസസ്സിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള മിലിറ്ററി ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുള്ള എഡിറ്റോറിയൽ. റീസെന്റ് ആയിട്ട് ഈ ഒരു ഛത്തീസ്ഗഡിലെ ബസ്തറിൽ 2 ഓപ്പറേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു. 30ഓളം മാവോയിസ്റ്റുകളെ കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു സുരക്ഷാ സേന. അപ്പോൾ മാവോയിസ്റ്റുകളെ ഒതുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മാവോയിസ്റ്റുകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും മിലിറ്ററി ഓപ്പറേഷൻസ് അല്ല സ്യൂട്ടബിൾ എന്നുള്ളതാണ് ഇവിടെ ഓദർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. റീസെന്റ് ആയിട്ട് 2 ഓപ്പറേഷൻസ് ആണ് ഛത്തീസ്ഗഡിലെ ബസ്തർ എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നത്. 30ഓളം മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വർഷം മാർച്ച് മാസം അവസാനം ആകുമ്പോഴത്തേക്കും 100-ലധികം മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് സെക്യൂരിറ്റി ഫോഴ്സസുമായി ബന്ധപ്പെട്ട അറ്റാക്കിൽ എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് വരുന്നത്. പ്രത്യേകിച്ചും ഇവരുടെ ഇൻസർജൻസി എന്ന് പറയുന്നത്, ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ഒരു ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളിൽ, അതിൽ തന്നെ സൗത്തേൺ ഭാഗത്തേക്ക് മാത്രം ചുരുങ്ങുന്ന ഒരവസ്ഥയാണ്. ഏകദേശം മിഡ് 2000 കാലഘട്ടത്തിലാണ് ഈ ഒരു ഇൻസർജന്റ് ഗ്രൂപ്പുകൾ വളരെ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത്. അന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചുള്ള ഇന്റേണൽ സെക്യൂരിറ്റി, ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ചുള്ള ഒരു ഗ്രേറ്റസ്റ്റ് സെക്യൂരിറ്റി ത്രെട്ട് ആയിട്ടാണ് ഈ ഒരു മാവോയിസ്റ്റ് ആക്ടിവിറ്റീസിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം മിലിറ്ററി ഓപ്പറേഷൻസ് സ്ട്രെങ്തൻ ചെയ്യുകയും സ്റ്റേറ്റ് പോലീസിന്റെ കൂടെ തന്നെ ഈ ഒരു മിലിറ്ററിയുടെ സപ്പോർട്ട് കൂടി നൽകിക്കൊണ്ട് ഈ മാവോയിസ്റ്റുകളെ അടിച്ചമർത്തുന്ന ഒരു പ്രവൃത്തിയാണ് കാണാൻ വേണ്ടി വരുന്നത്. വയലന്റ് ആയിട്ടുള്ള മാവോയിസ്റ്റ് സ്ട്രാറ്റജി, മാവോയിസ്റ്റുകൾക്കെതിരെ വയലന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി എടുക്കുകയും അവരുടെ മിലിറ്ററിസം ഫോക്കസ്ഡ് ആയിട്ടുള്ള അവരെ മിലിറ്ററി വെച്ച് തന്നെ ചെയ്യുകയും ചെയ്യും. അവരുടെ സപ്പോർട്ട് ബേസിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു മാവോയിസ്റ്റുകൾ വീക്കൻ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള ബോർഡർ ഏരിയാസിലാണ്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയാസിലാണ് ഇവിടുത്തെ ഗവൺമെന്റ് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാവോയിസ്റ്റുകൾ ജനങ്ങളുടെ സപ്പോർട്ട്, ലോക്കൽ സപ്പോർട്ട് എടുക്കുക. എന്നാൽ ബോർഡർ ഏരിയാസിലൊക്കെ ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഡെവലപ്മെന്റൽ പ്രോജക്റ്റുകളും ഒക്കെ
ചെയ്യാൻ തുടങ്ങിയതോട് കൂടിയിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ പ്രസൻസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് മാവോയിസ്റ്റുകൾ വീക്കാവാൻ വേണ്ടി തുടങ്ങി. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു മേഖലയിലെ ഗവേണൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഗവൺമെന്റ് കൃത്യമായി അഡ്രസ്സ് ചെയ്തത്, പ്രത്യേകിച്ചും ആ ഒരു മേഖലയിൽ ഈ ഒരു മാവോയിസ്റ്റ് ഗറില്ല വാർഫെയറിന്റെ അപ്രോച്ച് അവരുടെ സാന്നിധ്യം കുറയുന്നതിന് വേണ്ടി കാരണമായിട്ടുണ്ട് എന്ന് കൂടി ഓർക്കുക. അതുപോലെ തന്നെ ഈ ഒരു മാവോയിസ്റ്റുകൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ടഫ് ആയിട്ട് തന്നെ മിലിറ്ററി അറ്റാക്കുകൾ നടത്താൻ വേണ്ടി. അപ്പോൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മുന്നേ ഉണ്ടായിട്ടുള്ള സാൽവ ജൂദും ക്യാമ്പയിൻ പോലുള്ള ക്യാമ്പയിനുകളൊക്കെ ആന്റി മാവോയിസ്റ്റ് ഓപ്പറേഷൻസിനെതിരെ, അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിലൂടെ ട്രൈബൽ പോപ്പുലേഷനിൽ ഉണ്ടാവുന്ന ഒരു കൺസേൺസിനെ കുറിച്ചും ഒക്കെ, അതായത് ഈ ഒരു മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് ഉണ്ടാകുമ്പോൾ അതിലെ സിവിലിയൻസും അതായത് ട്രൈബൽ പീപ്പിളും ഒക്കെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഈവന്റുകളൊക്കെ ഈ ഒരു ട്രൈബൽ പോപ്പുലേഷനിടയിൽ ഈ ഒരു മാവോയിസ്റ്റ് ഓപ്പറേഷൻസിന് എതിരായിട്ടുള്ള ഒരു വികാരം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പ്യുവർലി മിലിറ്ററി സൊല്യൂഷൻ എന്നുള്ളത് മാവോയിസ്റ്റുകളെ അടിച്ചമർത്താനും മാവോയിസ്റ്റുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല. അത് അത്ര ഇഫക്റ്റീവ് ആയിരിക്കില്ല എന്നുള്ളതാണ്. കാരണം അതായത് ഇൻസർജൻസിനെ സപ്രസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ മിലിറ്റന്റ് അറ്റാക്കുകൾ ചെയ്യുമ്പോൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട്. പക്ഷേ ട്രൈബൽ പോപ്പുലേഷനെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ട്രൈബൽ പോപ്പുലേഷനെ ശത്രുക്കളാക്കി മാറ്റിക്കൊണ്ട് ഈ ഒരു യുദ്ധം ജയിക്കുന്നത് കൊണ്ട് രാജ്യത്തിന് കാര്യമില്ല. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച് കൊണ്ടുവരണം. സിവിൽ സൊസൈറ്റിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മാവോയിസ്റ്റുകളെ റീഹാബിലിറ്റ് ചെയ്യുന്നതിനും സമാധാനപൂർണ്ണമായിട്ട് അവരെ ആ ഒരു വയലൻസ് അബാൻഡൻ ചെയ്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രോസസ്സിനോട് ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടി അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻ കേസ് ഈ ഒരു മാവോയിസ്റ്റുകൾ അവരുടെ ഈ ഒരു മിലിറ്റന്റ് അറ്റാക്കുകൾ ബില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള മിലിറ്റന്റ് അറ്റാക്കുകളിലേക്ക് അല്ലെങ്കിൽ മിലിറ്ററിയുടെ ഇൻവോൾവ്മെന്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. ബിക്കോസ് അതിൽ ട്രൈബൽസും കോട്ടപ്പ് ചെയ്യുന്നുണ്ട്, ട്രൈബൽസും കുടുങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടലുകൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. പ്രത്യേകിച്ചും കൊളംബിയ അവിടെയുള്ള അല്ലെങ്കിൽ നേപ്പാൾ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ പീസ്ഫുൾ ആയിട്ടുള്ള റെസൊല്യൂഷൻസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള മോഡലുകൾ നമ്മുടെ രാജ്യത്തും മാതൃകയാക്കാവുന്നതാണ് എന്നുള്ളതാണ് ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത, നമ്മുടെ രാജ്യത്ത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഹെൽത്ത് കവറേജ് കിട്ടാത്ത ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ട്യൂബർകുലോസിസുമായി ബന്ധപ്പെട്ടുള്ള വേൾഡ് TB ഡേയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പോൾ എന്താണ് ഈ ഒരു വാർത്ത എന്നുള്ളത് നോക്കാം. അപ്പോൾ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ ആണ് മാർച്ച് 24 എന്ന് പറയുന്നത്. ട്യൂബർകുലോസിസിലെ ഏറ്റവും കൂടുതൽ ട്യൂബർകുലോസിസ് ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യമായിട്ടുള്ള ഇന്ത്യ. ഇന്ത്യയിലെ റാപ്പിഡ് ആയിട്ടുള്ള മോളിക്കുലർ ടെസ്റ്റിംഗ് ഈ ഒരു TBക്കെതിരെയും അതുപോലെ തന്നെ TB റെസിസ്റ്റൻസ് ഡിറ്റക്ഷനെതിരെയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിപാലം റെജിമെൻ എന്ന് പറയുന്ന പുതിയൊരു മരുന്നുകളുടെ ഗ്രൂപ്പിംഗ്, ഓൾ ഓറൽ ആയിട്ടുള്ള ബിപാലം റെജിമെൻ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ബിപാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെഡാക്യുലിൻ, പ്രൊമറ്റനോയിഡ്, ലെനിസോയിഡ് ആൻഡ് മോക്സിഫ്ലോക്സിൻ എന്ന് പറയുന്ന മരുന്നുകളെയാണ് ഈ ബിപാൽ റെജിം എന്ന് പറയുന്നത്. ട്രീറ്റ്മെന്റ് ഓപ്ഷനെ മെച്ചപ്പെടുത്തുന്നുണ്ട്. കുറഞ്ഞ സമയം കൊണ്ട് റിക്കവർ ചെയ്യാനും ഈ ഒരു ബിപാലം റെജിം സഹായിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു TB പേഷ്യൻസിന് അല്ലെങ്കിൽ ക്ഷയരോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രീഷൻ സപ്പോർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിക്ഷയ് പോഷൻ യോജന എന്ന് പറഞ്ഞിട്ടുള്ള സ്കീം ഒരു മാസത്തിൽ 1000 രൂപ അവരുടെ പേഷ്യന്റ് റിക്കവറിക്ക് വേണ്ടിയിട്ട് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവൈലബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടും ഗവൺമെന്റ് നൽകുന്നുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ TB റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ 17% ഒരു കുറവ് നമ്മുടെ രാജ്യത്ത് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ TB റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്തുകളിലും 21% കുറവുകൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ രാജ്യത്ത് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇതിവിടെ ഓദർ ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ചുകൂടി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള TB സർവീസുകൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. ആയുഷ്മാൻ ഭാരത് പോലുള്ള സ്കീമുകളിലേക്ക് കൊണ്ടുവന്ന് PMJAY അതായത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പോലുള്ള ഇൻഷുറൻസ് സ്കീമുകളിൽ ഈ TBയുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റുകൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ, ആയുഷ്മാൻ ആരോഗ്യ മന്ദിർസ് എന്നൊക്കെ വിളിക്കും, അവിടെ ഈ ഒരു TBയുടെ ഡയഗ്നോസ്റ്റിക്സും ട്രീറ്റ്മെന്റും അതുപോലെ പ്രിവെന്റീവ് കെയറും ഒക്കെ ഈവൻ പ്രൈമറി ഹെൽത്ത് കെയറിൽ തന്നെ ലഭ്യമാക്കുകയാണെങ്കിൽ TBയെ കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ട് കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്നത്. കൂടാതെ സ്പൂട്ടം കളക്ട് ചെയ്തുകൊണ്ട് അതിന്റെ ടെസ്റ്റിംഗ് ഈവൻ ലോക്കൽ ഈ ഒരു ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകളിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് ആൾക്കാർക്ക് വളരെ വേഗത്തിൽ അവരുടെ കഫം, തുടർച്ചയായിട്ടുള്ള ചുമയുണ്ടാകുമ്പോൾ അവരുടെ കഫം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൂടാതെ സാമ്പിൾ കളക്ഷനൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുക, അതിനെ വേഗത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ആ ഒരു പ്രോസസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആവശ്യകതയെക്കുറിച്ചും ഓദർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യൻസ് ഈവൻ അവരെ ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷ്യറി ഫെസിലിറ്റി, അതായത് അവരെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ചികിത്സ ചെയ്യണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി പോലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്യണം എന്നുള്ളത് അടുത്തുള്ള ഹെൽത്ത് സെന്റേഴ്സിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുക. കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സിനെ ഈ ഒരു ആയുഷ്മാൻ മന്ദിറുകളിൽ ട്രെയിൻ ചെയ്ത് ഈ ഒരു പേഷ്യൻസിനെ ചികിത്സിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള
കപ്പാസിറ്റി ബിൽഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ ആരോഗ്യ സംവിധാനത്തിൽ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള കെയറിന്റെ ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. കാരണം പേഴ്സൺ സെൻറ്റേഡ് ആയിട്ടുള്ള കെയർ, അതുപോലെ തന്നെ വൾണറബിലിറ്റി, ഏതെങ്കിലും മേഖലയിൽ ട്യൂബർകുലോസിസ് പടരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് ട്യൂബർകുലോസിസ് വരാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അതുവഴി നമുക്ക് ടി ബി കാരണമുള്ള മോർട്ടാലിറ്റി, മരണനിരക്ക് കുറക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ടി ബിയിൽ നിന്നുള്ള റിക്കവറി റേറ്റ് വർദ്ധിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ തമിഴ്നാട് ഗവൺമെന്റ് ടി ബി ഡെത്ത് ഫ്രീ പ്രൊജക്ട് എന്ന് പറയുന്ന TNCAT എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കൊണ്ടുവരുന്നതും, അതായത് ഈ ഒരു കൃത്യമായിട്ടുള്ള റഫറൽ സിസ്റ്റം വഴി ഏതെങ്കിലും ആൾക്ക് കൃത്യമായിട്ടുള്ള ടി ബി ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് റെഫർ ചെയ്ത് വഴി ഈ ഒരു മരണനിരക്ക് കുറക്കുക എന്നുള്ളതാണ് തമിഴ്നാടിന്റെ ടി ബി ഡെത്ത് ഫ്രീ പ്രൊജക്ട് കൊണ്ട് ഉപയോഗിച്ചത്. കൃത്യമായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള പോപ്പുലേഷൻസിനെ കൃത്യമായിട്ട് ആർക്കാണോ രോഗസാധ്യത കൂടുതലുള്ളത് അത്തരം പോപ്പുലേഷനെ ഐഡന്റിഫൈ ചെയ്ത്, പ്രത്യേകിച്ച് മൈഗ്രൻസിനെയും ട്രൈബൽസിനെയും ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകളും ഡയഗ്നോസിസും ഒക്കെ നൽകുന്ന വഴി പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം അപ്രോച്ചുകൾ, ജനറൽ ഹെൽത്ത് സ്ക്രീനിങ്ങുകൾ, അതുപോലെ തന്നെ ജെൻഡർ, ഡിസബിലിറ്റി, അതുപോലെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഒക്കെ ടി ബി കെയറിനെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന രീതിയിൽ വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നാഷണൽ ടി ബി എലിമിനേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ജെൻഡർ റെസ്പോൺസീവ് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ, അതായത് ഈ ഒരു പറഞ്ഞ സ്ത്രീകളിലോ പുരുഷന്മാരിലോ അല്ലെങ്കിൽ ഡിസബിൾ ആയിട്ടുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ സോഷ്യോ സാമൂഹികമായിട്ടൊക്കെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലൊക്കെ ടി ബി വന്നു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള കുറച്ചുകൂടി ഇക്വിറ്റബിൾ ആയിട്ടുള്ള അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു അവെയർനെസ് പബ്ലിക്കിന് നൽകുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് പബ്ലിക് അണ്ടർസ്റ്റാൻഡിംഗ് മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള അവെയർനെസ് ക്യാമ്പയിനുകൾ, പ്രത്യേകിച്ചും COVID-19 ടൈമിലൊക്കെ ഒരുപാട് അവെയർനെസ് ക്യാമ്പയിനുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അവെയർനെസ് ക്യാമ്പയിനുകൾ നടത്തുക. കൂടാതെ ഈ ടി ബിയുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റിഗ്മയുണ്ട്, ഇതെന്തോ മാരക രോഗമാണ് എന്നുള്ള ആ ഒരു സ്റ്റിഗ്മ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക, കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ടി ബി ഉണ്ടാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ്. അതുവഴി നമുക്ക് വളരെ വേഗത്തിൽ ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹൈ ക്വാളിറ്റി ടി ബി കെയർ എല്ലാവർക്കും കിട്ടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വിറ്റബിൾ ആയിട്ടുള്ള നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുക. അതുവഴി നമുക്ക് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഹെൽത്ത് കവറേജ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത വേൾഡ് നിന്നുള്ളതാണ്. കുർദിസ്ഥാന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എവിടെയാണ് കുർദിസ്ഥാൻ, എന്താണ് ഈ കുർദിസ്ഥാന് വേണ്ടിയിട്ടുള്ള സ്ട്രഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആണെന്ന് നോക്കാം. നമ്മൾ ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും വ്യത്യസ്ത രാജ്യങ്ങൾ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രദേശമാണ്. നമുക്ക് തുർക്കി, സിറിയ, ഇറാഖ്, ഇറാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിൽ സ്പ്രെഡ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിലൊക്കെ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു പ്രദേശത്തെയാണ് കുർദിസ്ഥാൻ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ അവര് തുർക്കിയുമായിട്ട് ഒരു സൂയിസ് ഫയർ, അതായത് വെടിനിർത്തൽ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കുർദിഷ് സ്ട്രഗിൾ, അതായത് കുർദിഷ് പ്രദേശത്തിന് ഓട്ടോണമി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. ഈ ഒരു കുർദിഷ് ഗ്രൂപ്പുകൾ ഇറാഖിലും സിറിയയിലും ഒക്കെ ഉണ്ട്. അവയ്ക്കും പൊളിറ്റിക്കൽ ആയിട്ടുള്ള സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇറാഖിലെ സെമി ഓട്ടോണമസ് കുർദിസ്ഥാൻ റീജിയനും സിറിയയിലെ റോജാവ തുടങ്ങിയിട്ടുള്ള റീജിയനിലും ഒക്കെ ഈ ഒരു കുർദിഷ് ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് കൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ 2017 കുർദിഷ് ഇൻഡിപെൻഡൻസ് റഫറണ്ടം ഇറാഖിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഇറാഖി ഗവൺമെന്റ് മിലിറ്ററി റെസ്പോൺസിലൂടെയാണ് ഈ ഒരു കുർദിഷ് ആസ്പിറേഷൻസിനെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇറാഖിലും ഈ ഒരു കുർദിഷ് റെസ്പോൺസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുർദിഷ് ഗ്രൂപ്പുകൾ തമ്മിൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള റിലേഷൻ ആണ്. തുർക്കി, ഇറാൻ, US ഒക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. പ്രത്യേകിച്ചും സിറിയയിൽ നടന്ന സിവിൽ വാറിലൊക്കെ കുർദിഷ് ഗ്രൂപ്പുകൾക്ക് വളരെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അപ്പോൾ എവിടെയാണ് കുർദിസ്ഥാൻ എന്ന് പറയുന്ന പ്രദേശം നോക്കാം. അപ്പോൾ കുർദിസ്ഥാൻ റീജിയൻ എന്ന് പറയുന്നത് കുർദ് എന്ന് പറയുന്ന എത്നിക് ഗ്രൂപ്പ് താമസിക്കുന്ന സ്ഥലമാണ്. പ്രധാനമായിട്ടും ഇറാഖ്, ഇറാൻ, സിറിയ, തുർക്കി ഈ 4 രാജ്യങ്ങളിലായിട്ടാണ് സ്പ്രെഡ് ആയിട്ടുള്ളത്. തുർക്കിയിലുണ്ട്, സിറിയ, ഇറാഖ്, ഇറാൻ ഈ 4 രാജ്യങ്ങളായിട്ട് സ്പ്രെഡ് ആയിട്ടുള്ളതാണ് കുർദിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ സാഗ്രോസ് മൗണ്ടെയിൻ ഉണ്ട്, മറ്റൊരു ഭാഗത്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ് ഉള്ളത് എന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ ഈ കുർദിസ്ഥാൻ റീജിയണൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു ഇറാഖി കുർദിസ്ഥാൻ ഓട്ടോണോമസ് റീജിയൻ ആണ് നോർത്തേൺ ഇറാഖിൽ ഈ ഒരു പ്രദേശത്തെ കവർ ചെയ്യുന്നതെന്ന് ഓർത്തുവെക്കുക. ഓരോ പ്രദേശം, ഈ ഒരു പ്രദേശം ഇറാഖിലാണ് വരുന്നത്, ഈ ഒരു പ്രദേശം ഇറാനിൽ വരുന്നുണ്ട്, ഈ ഒരു പ്രദേശം സിറിയയിൽ വരുന്നുണ്ട്, ബാക്കിയുള്ള പ്രദേശം തുർക്കിയിലാണ് വരുന്നത് ഓർത്തുക. ഇത് റോജാവ എന്ന് പറയുന്നത് വെച്ചാൽ ഡെമോക്രാറ്റിക് ഓട്ടോണോമസ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് നോർത്ത് ആൻഡ് ഈസ്റ്റ് സിറിയ ആണ് റൊജാവ എന്ന് വിളിക്കുന്നത്. അതായത് സിറിയയിലുള്ള കുർദിസ്ഥാന്റെ ഭാഗത്തെയാണ് റൊജാവ എന്ന് വിളിക്കുന്നത് എന്ന് ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു സൈഡിൽ
തുർക്കിയാണുള്ളത്, കുർദിഷ് റീജിയണൽ ഗവൺമെന്റ് ഇറാഖ് ആണ് ഒരു സൈഡിലുള്ളത്. സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ഇത് US ബാക്ക്ഡ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് വിങ് എത്നിക് മിലിറ്ററി ഗ്രൂപ്പ് ആണെന്ന് ഓർക്കുക, കുർദിഷ് കൊലേഷൻ ഗ്രൂപ്പ് ആണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതിന്റെ. ഇതാണ് റൊജാവയിലും മറ്റുമൊക്കെ ഒഫീഷ്യൽ ഒരു മിലിറ്ററി വിങ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. അപ്പൊ എവിടെയാണ് ഈ കുർദിസ്ഥാൻ റീജിയൻ, ഏതൊക്കെ രാജ്യങ്ങളാണ് സ്പ്രെഡ് ആയിട്ടുള്ളതെന്ന് ഓർത്തു വെക്കുന്നതായിരുന്നു. അപ്പോൾ വാർത്തയിൽ സാഗ്രോസ് മൗണ്ടെയിൻസിനെ കുറിച്ച് മെൻഷൻ ഉണ്ട്. അപ്പോൾ സാഗ്രോസ് മൗണ്ടെയിൻ കുർദിസ്ഥാൻ പ്രദേശത്ത് വരുന്നതാണെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കുർദിസ്ഥാൻ പ്രദേശത്ത് ഈ ഒരു പ്രദേശത്താണ് നമുക്ക് സാഗ്രോസ് മൗണ്ടെയിൻ കാണാൻ വേണ്ടി പറ്റുക. അപ്പോൾ ഇറാൻ, നോർത്തേൺ ഇറാഖ്, സൗത്ത് ഈസ്റ്റേൺ തുർക്കിയിലാണ് സ്പ്രെഡ് ആയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. അപ്പോൾ അതിൽ തന്നെയാണ് മൗണ്ടർ അരാറത്ത് ഉണ്ട്. അത് കുർദിഷ് റെസിസ്റ്റൻസിന്റെ ഒരു സിമ്പൽ ആയിട്ട് കണക്കാക്കുന്നതാണ് മൗണ്ട് അരാറത്ത് എന്ന് പറയുന്നത്. കുർദിഷ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതാണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. ഒരുപാട് കലാപങ്ങൾ ഈ ഒരു മൗണ്ട് അരാറത്ത് റീജിയനിൽ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു തുർക്കിഷ് ഫോഴ്സസിനെതിരെയുള്ള കുർദിഷ് റെസിസ്റ്റൻസിന്റെ ഒരു സിമ്പൽ ആയിട്ടാണ് ഈ ഒരു അരാരത്ത് മൗണ്ട് കണക്കാക്കുന്നത്. അത് തുർക്കിയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മൗണ്ട് അരാരത്ത് എന്ന് സ്നോ ക്യാപ്ഡ് ആയിട്ടുള്ള ഒരു ഡോർമെന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് വോൾക്കാനോ ആണ് ഈസ്റ്റേൺ തുർക്കിയുള്ളത് എന്നുകൂടി ഓർത്തു വെക്കുക. മൗണ്ട് അരാരത്ത് കോമ്പൗണ്ട് വോൾക്കാനോ ആണെന്ന് ഓർത്തു വെക്കുന്നതാണ്. മറ്റൊന്ന് ഇവിടെയുള്ള ഇൻഹാബിറ്റ് ചെയ്യുന്ന ട്രൈബൽ ഗ്രൂപ്പുകളാണ്. ഒന്ന് അലേവി എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് ന്യൂസിൽ മെൻഷൻ ഉണ്ട്. ഇത് കുർദിഷ് പോപ്പുലേഷനുള്ള ഒരു ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റിലീജിയസ് മൈനോറിറ്റി ആണ്. അതായത് സിറിയയിലുള്ള അലാവൈറ്റ്സ് എന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളതാണ് എന്ന് ഓർത്തു വെക്കാം. അപ്പോൾ ഇവരുടെ റിലീജിയനും പ്രാക്ടീസും ഒക്കെ വ്യത്യാസമുണ്ട്. അവിടുത്തെ മെജോറിറ്റി സുന്നി മുസ്ലിം കുർദുകളാണ്. അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പ്രാക്ടീസാണ് അലേവി ട്രൈബ്സ് ഫോളോ ചെയ്യുന്നിട്ടുള്ളത്. മറ്റൊന്നാണ് സസ സ്പീക്കിംഗ് ആയിട്ടുള്ള സുന്നി കുർദുകളുണ്ട്. അതായത് കുർദിഷ് പോപ്പുലേഷൻ തന്നെ സസ എന്ന് പറയുന്ന ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഒരു കുർദിഷ് ഗ്രൂപ്പ് ഉണ്ട്. അവർ മറ്റൊരു ഗ്രൂപ്പാണ് എന്നുകൂടി ഓർത്തു വെക്കുന്നതാണ്. മറ്റൊന്നാണ് അഖാസ് എന്ന് പറയുന്ന ട്രൈബൽ ചീഫ് എന്ന് വിളിക്കാം. അപ്പോൾ കുർദിഷ് ട്രഡീഷണൽ ലീഡേഴ്സ് ഓഫ് കുർദിഷ് ട്രൈബ്സിനെയാണ് അഖാസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ അവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ലോക്കൽ പവർ ഉള്ള ആൾക്കാരാണ് എന്നുകൂടി ഓർത്തു വെക്കുക. ട്രൈബൽ ചീഫ്മാരെയാണ് അഖാസ് എന്ന് വിളിക്കുന്നത്. ഈ ഒരു വാക്കുകളൊക്കെ വാർത്തയിൽ മെൻഷനിങ് ആയിരുന്നു എന്നുകൂടി ഓർത്തു വെക്കാം. അടുത്തൊരു വാർത്ത നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെയുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു അമെൻമെന്റ് കേരള ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ കേരള ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തപ്പോൾ കേരള ഹൈക്കോടതി പറഞ്ഞു ഗവൺമെന്റ് ചെയ്ത നടപടിയിൽ നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള തെറ്റുകളൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കേരള ഗവൺമെന്റ് ചെയ്തത് നോക്കാം. കേരള ഗവൺമെന്റ് ചെയ്തതെന്ന് വെച്ചാൽ കേരള ഗവൺമെന്റ് പഞ്ചായത്തുകളിലുള്ള സീറ്റുകൾ മിനിമം നിലവിൽ 13 സീറ്റ് എന്നുള്ളത് മിനിമം 14 സീറ്റ് എന്നുള്ളതും മാക്സിമം സീറ്റുകൾ വാർഡുകൾ 23 എന്നുള്ളത് 24ലേക്ക് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വാർഡ് എന്ന് പറയുന്നത് മിനിമം 25ൽ നിന്ന് 26ലേക്ക് വർദ്ധിപ്പിച്ചു, മാക്സിമം 52ൽ നിന്ന് 53ലേക്ക് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തപ്പോൾ അതിനെ ചാലഞ്ച് ചെയ്യുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണ് അത് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ചാലഞ്ച് ചെയ്തത്. പക്ഷേ കേരള ഹൈക്കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ അതായത് ലോക്കൽ ബോഡീസിനെ രൂപീകരിക്കുക, അതിന്റെ അൾട്ടർ ചെയ്യുക എന്നുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തിൽ വരുന്ന ഒരു ഭാഗമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോടതി ഇടപെടേണ്ട ആവശ്യകതയില്ല എന്നാണ് കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പെറ്റീഷൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 243C പ്രകാരം ഭരണഘടനയിൽ അമെൻമെന്റ് ചെയ്യേണ്ട ഒരു വിഷയത്തിലാണ് വെറുതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്യുന്നത്. കാരണം യൂണിഫോം ആയിട്ടുള്ള പോപ്പുലേഷൻ ടു സീറ്റ് റേഷ്യോ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇത്തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പെറ്റീഷനുടെ ഇന്റർപ്രിറ്റേഷൻ ഹൈക്കോടതി റിജക്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ഈ ഒരു അമെൻമെന്റുകൾ ഒന്നും തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്കീമിനെ ഭരണഘടനയെ ബാധിക്കുന്ന രീതിയിലല്ല, ഭരണഘടനാപരമായിട്ടുള്ള പ്രൊവിഷൻസിനെ ബാധിക്കുന്ന രീതിയിലല്ല എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ സീറ്റുകൾ ഇൻക്രീസ് ചെയ്ത് വരും നമ്മുടെ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുകയോ ഭരണഘടനയുടെ അടിസ്ഥാന ആശയങ്ങളെ വയലേറ്റ് ചെയ്യുകയോ ചെയ്യുകയില്ല എന്നും ഹൈക്കോടതി ഒബ്സർവ് ചെയ്തിട്ട് ആ ഒരു പെറ്റീഷൻ റിജക്ട് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കുന്നതാണ്. ഓർത്തു വെക്കുക, സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമെന്ന് ഓർത്തു വെക്കാം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് പറഞ്ഞു വെച്ചാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കൺസ്ട്രെയിൻസ് കാരണമാണ് അത് പുതിയ ലോക്കൽ ബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അതിനു പകരം ഈ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞു. അപ്പോൾ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ന്യൂ അമെൻമെന്റ്സ് പ്രകാരം ചെയ്യാം എന്നുള്ള രീതിയിൽ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത, ചൈനയുടെ കുറച്ച് പ്രൊഡക്റ്റുകളുടെ മേലെ ഇന്ത്യ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി ഇമ്പോസ് ചെയ്തു അടുത്ത 5 വർഷത്തേക്ക് എന്നുള്ളതാണ്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില പ്രൊഡക്റ്റുകളുടെ മേലെ ഇന്ത്യ അധിക നികുതി, ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അധിക ഇറക്കുമതി നികുതി ചുമത്തി എന്നാണ് വാർത്ത വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്
നമ്മുടെ രാജ്യത്തേക്ക് ചൈനയിൽ നിന്ന് ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മേലെ ചുമത്തുന്നതാണ് ആന്റി ഡംപിംഗ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻഡസ്ട്രീസിനെ, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും ഇമ്പോർട്ടുകൾ വളരെ ചീപ്പ് ആവുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് എന്ന് ഓർത്ത് വെക്കുന്നത്. ഏതൊക്കെയാണ് 5 ഐറ്റം? സോഫ്റ്റ് ഫെറൈറ്റ് കോർ, വാക്വം ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലാസ്കുകൾ, അലുമിനിയം ഫോയിലുകൾ, ടൈക്ലോറോ ഐസോസൈന്യൂറിക് ആസിഡ്, പോളിവിനൈൽ ക്ലോറൈഡ് പേസ്റ്റ് റെസിൻ എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ചൈനയിൽ നിന്ന് വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. നോർമൽ റേറ്റിനേക്കാളും വളരെ കുറഞ്ഞ നിരക്കിലാണ് വരുന്നത്. ഇത് ഇന്ത്യൻ മാനുഫാക്ചറേഴ്സിനെ വളരെ ഹാം ചെയ്യും എന്നുള്ളത്, ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിനെ ഹാം ചെയ്യും എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ മേലെ അധിക നികുതി ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അടുത്ത 5 വർഷത്തേക്കാണ് ചുമത്തിയിട്ടുള്ളത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇവിടെ അലുമിനിയം ഫോയിലിന്റെ മേലെ 6 മാസത്തേക്ക് $873 per ടൺ എന്ന രീതിയിൽ അധിക നികുതി ചുമത്തിയിട്ടുണ്ട്. പോളിവിനൈൽ ക്ലോറൈഡ് റെസിന്റെ മേലെ $89 to $707 per ടൺ എന്ന രീതിയിൽ ചുമത്തിയിട്ടുണ്ട്. ഫെറൈറ്റ് കോറിന് 35% വർധനവുണ്ടാവും എന്നാണ്. വാക്വം ഫ്ലാസ്കിന് ഒരു ടണ്ണിന് 1732. ആ നമ്പേഴ്സ് വലിയ റിലവൻ്റ് അല്ല, വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ഓഫ് ട്രേഡ് റെമഡീസിന്റെ റെക്കമെൻഡേഷൻ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് ചെയ്തിട്ടുള്ളത്. ഇതുവഴി നമ്മുടെ എക്കണോമിയിലേക്ക് വരുന്ന ചീപ്പായിട്ടുള്ള ചൈനീസ് ഇമ്പോർട്ടുകളുടെ സർജിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗവൺമെന്റ് കരുതുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. അടുത്തൊരു വാർത്തയാണ് ലപ്പിസ് ലസൂലി എന്ന് പറയുന്നത്. ലപ്പിസ് ലസൂലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഇൻഡസ് വാലിയെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ അവര് ലാപ്പിസ് ലസൂലി യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നതായിട്ടുള്ളത് ഇതുപോലുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു സ്റ്റോൺ ആണ് എന്ന് പറയാൻ വേണ്ടി പറ്റും. സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺ ആണ് ലാപ്പിസ് ലസൂലി എന്ന് പറയുന്നതായിട്ടുള്ളത്. ഓർത്ത് വെക്കുക, ലാപ്പിസ് ലസൂലി എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ ആയിട്ടുള്ള റോക്ക് ആണ്. ഗോൾഡ് സ്ട്രീക്സ്, അതിന്റെ മേലെ ഇങ്ങനെ സ്വർണ്ണ കളറിലുള്ള ലൈൻസ് ഒക്കെ കാണാൻ പറ്റും. ഒരു സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ജെം സ്റ്റോൺ ആണ് എന്ന് കൂടി ഓർത്ത് വെക്കുന്നത്. ഇതിലുള്ള ഒരു മിനറൽ ആണ് ലസൂറൈറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ലസൂറൈറ്റ് എന്ന് പറയുന്ന മിനറൽ നിന്നാണ് നീല നിറത്തിൽ വരുന്നതായിട്ടുള്ളത്. അതിൽ എത്രമാത്രം സൾഫർ കണ്ടന്റ് ഉണ്ടോ അതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വർദ്ധിച്ചു വരും എന്നുള്ളതാണ്. ചില സമയത്ത് പൈറൈറ്റ് ഉണ്ടാവും, അയണിന്റെ പൈറൈറ്റ് ഉണ്ടാവും. അതാണ് ഗോൾഡൻ സ്പാർക്കിൾ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡൈപ്പോസൈഡ്, സൊഡലൈറ്റ് തുടങ്ങിയിട്ടുള്ള മിനറൽസും ചെറിയ എമൗണ്ടുകളിൽ കാണാറുണ്ടെന്ന് ഓർത്ത് വെക്കുന്നതാണ്. അപ്പൊ ഈ ഒരു ലപ്പിസ് ലസൂരിയുടെ ഹയസ്റ്റ് ക്വാളിറ്റിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അഫ്ഗാനിസ്ഥാനിലാണ്. ഏകദേശം 6000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ ലപ്പിസ് ലസൂലി മൈൻ ചെയ്തെടുത്തു എന്നുള്ളതാണ്. നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ 4500 വർഷങ്ങൾക്ക് മുമ്പേ ലപ്പിസ് ലസൂലി കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ആൻഷ്യൻ ടൈംസിൽ ഇത് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇൻഡസ് വാലി സൈറ്റ് ആയിട്ടുള്ള മോഹൻജദാരോയിലും ഹാരപ്പയിലും ഒക്കെ ഈ ലപ്പിസ് ലസൂലി കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കുന്നതാണ്. ആൻഷ്യന്റ് ഈജിപ്ഷ്യൻസ് ഇത് ഉപയോഗിച്ചുകൊണ്ട് ജ്വല്ലറിയും ഐ ഷാഡോസ് പൗഡേഴ്സും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് കൂടി ഓർത്ത് വെക്കാം. യൂറോപ്യൻ ആർട്ടിസ്റ്റുകൾ റിനൈസൻസ് പീരീഡില് ഈ അൾട്രാമറൈൻ പിഗ്മെന്റുകൾ പെയിന്റിങ്ങുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലപ്പിസ് ലസൂലി എന്ന് പറഞ്ഞ പേര് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ലാപ്പിസ് എന്ന് പറഞ്ഞ സ്റ്റോണും ലസൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലസ്വാഡ് എന്ന് പറയുന്ന പേർഷ്യൻ വാക്ക് ബ്ലൂ എന്നുള്ളതിനാണ്. അപ്പൊ ബ്ലൂ സ്റ്റോൺ എന്ന രീതിയിലാണ് ലപ്പിസ് ലസൂലി എന്ന പേര് വരുന്നത് എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്തയാണ് വൈറൽ മെനിഞ്ചൈറ്റിസുമായി ബന്ധപ്പെട്ട. എന്താണ് മെനിഞ്ചൈറ്റിസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അപ്പൊ മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിനിന്റെ തലച്ചോറിന്റെ പ്രൊട്ടക്ഷൻ ആണ്, പ്രൊട്ടക്ഷൻ കവർ ആണ് മെനിഞ്ചസ് എന്ന് പറയുന്നതായിട്ടുള്ളത്. അതിനുണ്ടാവുന്ന ഇൻഫ്ലമേഷനാണ്, വീക്കത്തെയാണ് മെനിഞ്ചൈറ്റിസ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഈ മെനിഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ ബ്രെയിനിന്റെ പ്രൊട്ടക്റ്റീവ് മെമ്പർ ആണെന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും നട്ടൽക്കല്ലിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമൽ മെനിഞ്ചസിനെ കാണാൻ പറ്റും. നോർമൽ മെനിഞ്ചസിന്റെ മേലെ വീക്കം ഉണ്ടാവുന്നതാണ്. ഇത് ബാക്ടീരിയ കാരണോ വൈറസ് കാരണോ ഫംഗൽ ഇൻഫെക്ഷൻസ് കാരണോ ഈ ഒരു വീക്കം ഉണ്ടാവാം എന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിൽ ഒന്നാണ് വൈറൽ മെനിഞ്ചൈറ്റിസ്. വൈറസ് കാരണം ഉണ്ടാവുന്നതാണ് വൈറൽ മെനിഞ്ചൈറ്റിസ്. ഇത് ലെസ് സിവിയർ ആണെന്ന് ഓർത്ത് വെക്കുക. പക്ഷെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വളരെ ഡേഞ്ചർ ആണെന്ന് ഓർത്ത് വെക്കുക. നോർമൽ വൈറൽ മെനിഞ്ചൈറ്റിസ് വലിയ കോംപ്ലിക്കേറ്റഡ് ഉണ്ടാവില്ല. ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് വളരെ സീരിയസ് ആണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ഇല്ലെങ്കിൽ ആള് മരണപ്പെടുന്ന സാഹചര്യമാണെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ട്രീറ്റ്മെന്റ് വൈറൽ മെനിഞ്ചൈറ്റിസിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റുകളാണ് നൽകുക. അതായത് അവർ പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ റിലീഫ് കൊടുക്കും, ആവശ്യത്തിന് വെള്ളം കൊടുക്കും, ന്യൂട്രീഷ്യൻ സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. 1 മുതൽ 2 ആഴ്ചയൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുകയാണെങ്കിൽ രോഗം മാറും എന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ചില ആൾക്കാർ റിക്കവറി ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫുള്ളി റിക്കവേർഡ് ആവില്ല, ലോങ് ടേം എഫക്റ്റുകൾ ഉണ്ടാവും എന്ന് കൂടി ഓർത്ത് വെക്കണം. പക്ഷെ ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസ് കുറച്ചുകൂടി ഡേഞ്ചർ ആണ്. ബാക്ടീരിയ മൂലമാണ് മെനിഞ്ചൈറ്റിസ് ഉണ്ടാവുന്നതെങ്കിൽ അത് വളരെ കോംപ്ലിക്കേഷൻ ആയിട്ട് മാറും, ആൾ മരണത്തിലേക്ക് കാരണമാകും എന്ന് കൂടി ഓർത്ത് വെക്കുക. അടുത്തത് ലെവോത്തോബി ലാക്കി വോൾക്കാനോ
വോൾക്കാനോയുടെ ഒരു പിക്ചർ ആണ് വന്നിട്ടുള്ളത്. വോൾക്കാനിക് ഇറപ്ഷൻ ആണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്തോനേഷ്യയിലുള്ള വോൾക്കാനോ ആണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ ഒരു വോൾക്കാനോ അതിന്റെ ലൊക്കേഷൻ ഓർത്ത് വെക്കുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.